ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഹൈപ്പ് ഒക്കെ ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി സച്ചിയും കാറിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അശോകൻ വിളിക്കുകയാണ്. അപ്പൊ അശോകന്റെ ഫോൺ കോൾ കണ്ടതും സച്ചി ചാടിയെടുത്തു. അപ്പൊ അശോകൻ പറയാണ്, നമ്മുടെ ഫെബിന്റെ അച്ഛനും അമ്മാവനും കൂടി ഇവിടെ വന്നിരുന്നു, എന്നിട്ട് അവര് കല്യാണത്തിന് ഒരു ഡേറ്റ് കുറിച്ചു എന്ന്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടെ വരണമെന്ന്. ഞങ്ങള് രണ്ടുപേരുമോ? ഇനിയിപ്പോ ഞങ്ങൾ വരേണ്ട ആവശ്യമുണ്ടോ? ഇനി നിങ്ങളും കൂടെ വേണമെന്നേ. ഫെബിന്റെ അമ്മാവനെയും കൂടി പരിചയപ്പെടാലോ. അതിന് ഇനിയും സമയമില്ലേ? അത് പിന്നീടാകാം അശോകനെങ്കിലെ. നിങ്ങൾ അടുത്തൊരു ഡേറ്റ് തന്നെ കണ്ടുപിടിക്കുക. ഞാനേ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു, അതിന് പോവുക. ഞങ്ങൾ പിന്നീട് ഒരു ദിവസം വരാം. എന്നാ പിന്നെ ശരി മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശോകൻ ഫോണ് കട്ട് ചെയ്തു കേട്ടോ. അവിടെ ഇങ്ങനെ ഞെളിഞ്ഞു കുത്തി ഇരിക്കുകയാണ് നമ്മുടെ ബീരാൻ അറിയുന്നുണ്ടോ സച്ചിനെ വിളിക്കുന്നതെന്ന്. അങ്ങനെ ഏതായാലും ബീരാനോട് പറഞ്ഞു, അതെ അവൻ ഒരു ട്രിപ്പ് ഏറ്റുപോയി, പിന്നെ വരാന്നാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ബീരാൻ പറഞ്ഞു, എന്നാ പിന്നെ കല്യാണത്തിന് കാണാലോ. എന്നാ പിന്നെ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇത്രയും വരെ ആയില്ലേ? കല്യാണത്തിന് നിങ്ങള് ഒരു ഡേറ്റ് കണ്ടുപിടിച്ചായിരുന്നോ? കണ്ടുപിടിച്ചൊന്നുമില്ല. എന്നാ പിന്നെ നമുക്ക് അടുത്ത മാസം 5-ാം തീയതി അങ്ങ് നടത്തിയാലോ? അന്ന് നല്ല ദിവസമല്ലേ, അന്ന് നമുക്ക് നടത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾ ഓക്കെയാണ്, ആ ദിവസം നടത്താം. അങ്ങനെ ആ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാണ് കേട്ടോ. ഈ സമയത്ത് അശോകൻ പറഞ്ഞു, അല്ല ഞങ്ങൾ എന്താ തരേണ്ടത് പെണ്ണിന്? സ്ത്രീധനം അല്ലേ? സ്ത്രീധനം. അതെ, നല്ലൊരു മോളെ നിങ്ങള് ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞു വിടല്ലേ. അവളല്ലേ ഞങ്ങളുടെ ധനം. ഇവളെ മാത്രം മതി ഞങ്ങൾക്ക്, വേറെ ഒന്നും വേണ്ട. ഇവളെ തന്നു വിട്ടാ മതി. ഞങ്ങളുടെ ചെക്കൻ ഇവളെ അങ്ങോട്ട് പിടിച്ചില്ല, അത് മതി. പെണ്ണില്ലാത്തൊരു വീട് സങ്കല്പിക്കാൻ പറ്റുമോ? അമ്മയായും ഭാര്യയായും ചേച്ചിയായും അനിയത്തിയായും മരുമകളായും ഒക്കെ ഒരു പെണ്ണുണ്ടെങ്കിലേ ഒരു വീടാകത്തുള്ളൂ. നിങ്ങൾ ഈ ജീവിതത്തിൽ നേടിയ എല്ലാ സമ്പാദ്യവും തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മരിച്ചുപോയ അമ്മയെ തിരികെ തരാം എന്നൊക്കെ പറഞ്ഞാല് എന്ത് ചെയ്യും? നമ്മുടെ എല്ലാ സമ്പാദ്യവും തിരിച്ചു കൊടുക്കുവോ? നമ്മുടെ അമ്മേനെ മതി എന്ന് പറയത്തില്ലേ? അവിടെയാണ് ഈ സ്ത്രീയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ അശോകൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര എന്തോ ഒരു സന്തോഷം കേട്ടോ. കാരണം തന്റെ മകളെ കുറിച്ചാണല്ലോ പറയുന്നത്. മകളെ മാത്രം മതി, ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കാൻ ഒരാൾ നിൽക്കുമ്പോൾ ഇതിൽ കൂടുതൽ സന്തോഷം എന്താണുള്ളത്? അത് നമ്മുടെ ബീരാൻ പറഞ്ഞു, ഇനിയിപ്പം ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ധനം മോള് തന്നെയാണ്. ഈ മോളെ മാത്രം മതി ഞങ്ങൾക്ക്. വേറെ ഒരു തരി സ്വർണം പോലും നിങ്ങൾ ഞങ്ങൾക്ക് തരണ്ട, ധനവും ഒന്നും തരണ്ട എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായിട്ടോ. ഇത് കേട്ടും കണ്ടു അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അടുത്ത മാസം 5-ാം തീയതി അങ്ങ് പെട്ടെന്ന് ആവുകയാണേ. അങ്ങനെ കല്യാണ മണ്ഡപമൊക്കെ ഇങ്ങനെ ഒരുങ്ങി ജമന്തിപ്പൂ കൊണ്ടും റോസാപ്പൂ കൊണ്ടും ഒക്കെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ അടുക്കള കലവറ അത് ഫുള്ള് നിറഞ്ഞ് പച്ചക്കറികളും അതുപോലെ അവിടെ കുറെ പാചകക്കാരും ഒക്കെ ആയിട്ട് നിറഞ്ഞു. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ വന്നു കല്യാണത്തിന്. അങ്ങനെ ഇങ്ങനെ എല്ലാം സെറ്റായി നിൽക്കുന്ന ഒരു കാണിക്കാണ്, കല്യാണ മണ്ഡപം കാണിക്കാണ്. അങ്ങനെ നമ്മുടെ ബീരാൻ അതിലേക്കൂടെ എല്ലാം നടന്ന് എല്ലാവരെയും പരിചയപ്പെടുന്നു. എല്ലാവരോടും അവര് വന്നോ ഇവര് വന്നോ, എത്തിയോ കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വീകരിക്കുന്നു. അപ്പം നമ്മുടെ ഫെബിന്റെ അച്ഛൻ പറഞ്ഞു, ഇതെന്താ അളിയാ ഇങ്ങനെ ഓടി നടക്കുന്ന? കല്യാണം നിശ്ചയം മുതൽ അളിയനെ ഓടാൻ തുടങ്ങിയതല്ലേ, എവിടെയെങ്കിലും ഇരിക്കുക. എന്താ എന്റെ പൊന്നളിയെ ഇരിക്കാനോ? എല്ലായിടത്തും എന്റെ കണ്ണും ചെവിയും കാതും ഒക്കെ എത്തണ്ടേ? കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും വീട്ടിൽ കയറിയതിനു ശേഷം ഞാൻ ഇരുന്നോളാം. അതുവരെ ഒന്ന് ഓടട്ടെ അളിയ. അത് പിന്നെ അളിയന്റെ കഷ്ടപ്പാട് കൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇതൊക്കെയാണോ കഷ്ടപ്പാട്? ഇതൊക്കെ എന്ത് കഷ്ടപ്പാട്? എനിക്കൊരു കഷ്ടപ്പാടും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ ബീരാൻ ചെന്ന് ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെടുകയാണ് കേട്ടോ. പരിചയപ്പെടുന്നു, അവരോട് കഴിക്കാൻ പറയുന്നു, ഇരിക്കാൻ പറയുന്നു, നിൽക്കാൻ പറയുന്നു. അപ്പൊ ആ ഒരു വെപ്രാളവും എന്താ പറയാ, ആ കല്യാണത്തിന്റെ എക്സൈറ്റ്മെന്റിലൊക്കെയാണ് നമ്മുടെ ബീരാൻ അവിടുത്തെ ഓൾ ഇൻ ഓൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സമയത്ത് നമ്മുടെ ബീരാനെ അശോകൻ കണ്ടു പറഞ്ഞു, ഇത് എന്താ എന്റെ പൊന്ന് അമ്മാവ കിടന്ന് ഓട്ടം, എവിടെയെങ്കിലും അടങ്ങിയിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫെബിന്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതാ പക്ഷെ അളിയൻ കേൾക്കണില്ല എന്ന്. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ സച്ചിയും ശ്രീകാന്തും വർഷയും ഒക്കെ എത്തിയിട്ടോ കല്യാണത്തിന്. ചന്ദ്രയുണ്ട്, അതുപോലെ രവീന്ദ്രനുണ്ട്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, മോശമായി പോയോ, കുറച്ച് താമസിച്ചു പോയോ? പിന്നെ മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ടല്ലോ. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കല്യാണമല്ലേ, നമ്മുടെ കുടുംബക്കാരെ പോലെയല്ലേ, കല്യാണത്തിന് അവരെ സഹായിക്കേണ്ടേ? ഇതിപ്പോ വെറുതെ നാട്ടുകാരെ പോലെ കല്യാണം കാണാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ വന്ന പോലെ ആയില്ലേ?
മോശമായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പൊ ചന്ദ്ര പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾക്ക് ഇന്നലെ രാത്രി ഇവിടെ ഒന്ന് കിടക്കത്തില്ലായിരുന്നു? ഓ, തുടങ്ങി എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ തർക്കിച്ചോണം. നീ പറയുന്ന കേട്ടില്ലേ സച്ചി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇത് കല്യാണ വീട്, ആ വീടല്ല, രണ്ടും കൂടെ ഇവിടെ കിടന്ന് തർക്കിച്ചോണ്ടിരിക്കാതെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അകത്തേക്ക് കയറി പോവാണ്. ശ്രുതിയും വർഷയും ശ്രീകാന്തും സച്ചിയും രേവതിയും ചന്ദ്രയും രവീന്ദ്രനും എല്ലാവരും ഉണ്ട് കേട്ടോ. കുടുംബട്ടക്കും എല്ലാവരും ഉണ്ട്. ഇതിൽ ഈ സമയത്ത് ഒരു പെട്ടിയൊക്കെ ഉണ്ട് കേട്ടോ പാർലർ ഇടത്തിയുടെ കയ്യില്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയല്ല, സച്ചി വെച്ചു, ഇതെന്ത് പറ്റി? മേക്കപ്പ് ബോക്സ്, ഇതെന്താ കയ്യിൽ തൂക്കി പിടിച്ചേക്കുന്നേ? അതെ, ഇത് മേക്കപ്പ് ബോക്സാ. അപ്പം ആരാ മേക്കപ്പ് ചെയ്യുന്നത്? അത് പൗഡർ എടുത്തിയാണോ? അതെ, എന്റെ മരുമകളാ മേക്കപ്പ് ചെയ്യുന്നത്, അതിനൊക്കെ ഒരു കഴിവ് വേണോടാന്ന് പറഞ്ഞു. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ ഞാനൊരു കാര്യം അങ്ങ് പറയാൻ വിട്ടു, ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ഉടനെ പോകും കേട്ടോ. കാരണം ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾക്ക് ചെറിയ ട്രിപ്പ് ഉണ്ടെന്ന്, റൂമും റിസോർട്ടും ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ പോകാതിരിക്കാൻ പറ്റത്തില്ലോ എന്ന് പറഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, ആദ്യം കല്യാണം കഴിയട്ടെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാലോ. അങ്ങനെ ഇവരെല്ലാവരും കല്യാണ മണ്ഡപമൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ രേവതിയാണ് കേട്ടോ കല്യാണ മണ്ഡപം ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ രേവതിയുടെ കല്യാണ മണ്ഡപം കണ്ടതും അത് പിന്നെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ മോളെ. രേവതി അടിപൊളി, ഡെക്കറേഷനൊക്കെ അസലായിട്ടുണ്ട്. സച്ചിൻ പറഞ്ഞു, അതെ കറക്റ്റ് കേട്ടോ, അടിപൊളിയാണ്. ഇത് എന്താ രേവതി, അടിപൊളിയാണല്ലോ എന്ന്. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ബീരാൻ അപ്പറേ നിന്ന് എന്താ കസറത്തായിട്ട് വാചകം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ശ്രുതിമോളാണ്. അറിയുന്നില്ല ഇതൊന്നും. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രൻ അശോകനെ കണ്ടു, ഓടി ചെല്ലുന്നു, കെട്ടിപ്പിടിക്കുന്നു, സംസാരിക്കുന്നു. അതുപോലെ ഇവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും എൻഗേജ്ഡ് ആണ് കേട്ടോ. എല്ലാവരും എൻഗേജിന്റെ ഇടയ്ക്ക് നമ്മുടെ ബീരാനെ കാണുന്നില്ല. ബീരാന് ഒരു സ്ഥലത്ത് എൻഗേജ്ഡ് ആണെങ്കിൽ സച്ചി രേവതി ഇവിടെ എൻഗേജ്ഡ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൊത്തം എൻഗേജ്ഡ് ആയതുകൊണ്ട് എന്താണ്, അവര് തമ്മിൽ പരസ്പരം കാണുന്നില്ല കേട്ടോ. അങ്ങനെ അശോകന്റെ ഭാര്യ പറഞ്ഞു, അത് പിന്നെ സച്ചിൻ രേവതി എന്ത്? അപ്പൊ സച്ചിൻ രേവതി ഫ്രണ്ടിലേക്ക് വന്നു. ഓ, നിങ്ങളെ അവരെ അന്വേഷിച്ചായിരുന്നു മാളുവ്. നിങ്ങളെ ഉണ്ടല്ലോ, ഓ നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ 100 നാവാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അശോകനും പറഞ്ഞു, അത് ശരിയാണ് മക്കളെ, നിങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്വതയോടുകൂടി ഈ കല്യാണത്തിലേക്ക് എത്തിച്ചത്. ഞങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ ചെയ്തു മക്കളെ, നന്ദിയുണ്ട്, നിങ്ങളോട് തീരാത്ത കടപ്പാടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അശോക നീ എന്തിനാ അവരുടെ മുമ്പിൽ കരയുന്നത്? അവര് കടമയല്ലേ ചെയ്തത്? മാളു ആരാ? അവർക്ക് അനിയത്തിക്കുട്ടിയല്ലേ? അവരവരുടെ കടമ ചെയ്തു. അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഒരു പ്രശ്നവും ഇല്ല. ഇനി സന്തോഷത്തിന് കാരണം രവീന്ദ്ര, ഈ നിൽക്കുന്ന സച്ചി രേവതി തന്നെയാ. ഞങ്ങളിപ്പോ ഫെബിന്റെ അച്ഛനോടും അമ്മാവനോടും നിങ്ങളെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളെ ഒന്ന് പരിചയപ്പെടണമെന്ന് അന്ന് അദ്ദേഹം വീട്ടിൽ വന്നപ്പോ പറഞ്ഞു. അതെ, നമ്മുടെ ഫെബിന്റെ അമ്മാവൻ ഇപ്പോഴും പറഞ്ഞു, പരിചയപ്പെടാലോ ആന്റി, ഇപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് സച്ചി. അപ്പൊ രവീന്ദ്രനല്ല അശോകൻ പറഞ്ഞു, ബാ എല്ലാവരും ഇവിടെ നിൽക്കരുതേ, കുറെ നേരം ആയില്ലേ സംസാരം തുടങ്ങിയിട്ട്, അവിടെ എങ്ങനെ പോയി ഇരിക്കാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനെയും, ബാലചന്ദ്രൻ അല്ല കേട്ടോ, രവീന്ദ്രനെയും ഫാമിലിനെയും കൊണ്ടുപോയി എല്ലാവരും ഇങ്ങനെ അവിടെ ഇരുത്തുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശാന്തി അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പോറ്റി അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ പോറ്റിയോട് ചെന്ന് നമ്മുടെ അമ്മാവന്, അതായത് ബീരാൻ ഭയങ്കര സംസാരമാണ് കേട്ടോ, കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് ആ പോറ്റിയോട് ഭയങ്കര സംസാരിക്കുന്നു. അതുപോലെ വേറെ അവിടെ ആൾക്കാർ വരുന്നുണ്ട്, അവരോടൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അശോകനോട് പറഞ്ഞു, രവീന്ദ്രൻ പറഞ്ഞു, ഞങ്ങളെ സ്വീകരിച്ച് ആനയിക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, പോ, നിനക്ക് ഭയങ്കര തിരക്കല്ലേ, നീ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യ്, ആൾക്കാരൊക്കെ വരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അശോകനെ പറഞ്ഞു വിട്ടു. ഇതിനിടയ്ക്ക് സച്ചിനെ നമ്മുടെ രേവതി വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പം കല്യാണ മണ്ഡപം ഇങ്ങനെ സച്ചിനെ കാണിച്ചു കൊടുക്കുക. സച്ചേട്ടാ നോക്കിക്കേ, സച്ചേട്ടെ കണ്ടോ, എനിക്ക് കണ്ടപ്പോ തന്നെ എന്തോ ഒരു ആത്മസംതൃപ്തി എന്നൊക്കെ പറയില്ല, അതെനിക്ക് തോന്നുക. എങ്ങനെയുണ്ട് സ്റ്റേജ് ഡെക്കറേഷനൊക്കെ? അത് പിന്നെ പറയണോ, സൂപ്പർ അല്ലേ? അത് പിന്നെ കുറച്ച് പൂവിന്റെ കുറവുണ്ടോ? ഞാൻ വിളിച്ച് കുറച്ച് പൂവും കൂടി കൊണ്ടുവരാൻ പറഞ്ഞാലോ? നിനക്ക് വെറുതെ തോന്നുന്നതാ, പൂവിന്റെ കുറവൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, പൂ മാത്രല്ല കേട്ടോ സൂപ്പർ, നീയും സൂപ്പർ അല്ലേ? ഓ പിന്നെ തുടങ്ങിയിട്ടുണ്ട്, പോ സച്ചേട്ടാ ഒന്ന്. സച്ചേട്ടന്റെ വായിന്ന് ഇതൊക്കെ കേൾക്കുമ്പോ എന്ത് സന്തോഷം ഉണ്ടെന്ന് അറിയാമോ? എല്ലാവരും ഇതൊക്കെ കണ്ടിട്ട് ഞാനാ ചെയ്തെന്ന് ഇങ്ങനെ പറയുമ്പം എനിക്ക് വല്ലാത്ത സന്തോഷം. സച്ചേട്ടാന്ന് പറയുമ്പം അത് തോന്നണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ സമയത്ത് നമ്മുടെ മാളു ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാളുവിനെ ഒരുക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ശ്രുതിയാണ് ഒരുക്കുന്നത്. അപ്പം ഇപ്പൊ ശ്രുതി ഒരുക്കുന്നില്ല, മേക്കപ്പ് ചെയ്യാൻ മാത്രമാണ് ശ്രുതി എന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ അശോകൻ പറയുന്നുണ്ട്, ധൃതി ഒന്നും വേണ്ട കേട്ടോ മാളു, സാവകാശം മതി, മുഹൂർത്തത്തിന് ഇനിയും സമയം ഒരുപാട് കിടപ്പുണ്ട്. അപ്പം അശോകന്റെ ഭാര്യ പറഞ്ഞു, ഓ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് അതിന്റെ വിഷമം അറിയത്തുള്ളൂ, എല്ലാം കറക്റ്റ് സമയത്ത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാൻ വന്നു അശോകന്റെ അടുത്തേക്ക്. എന്നിട്ട് ബീരാൻ ചോദിച്ചു, ചേട്ടൻ ഇവിടെ വന്നിരിക്കുകയാണോ? അതിന് ഞങ്ങൾക്ക് ഇവിടെ ജോലിയൊന്നും ഇല്ലല്ലോ, നിങ്ങളല്ലേ ഓടിച്ചാടി എല്ലാം ചെയ്യുന്നത്. അതെ, ഞാനേ പെണ്ണൊരുങ്ങിയൊന്ന് നോക്കാൻ വേണ്ടി വന്നതാ. ചില പിള്ളേര്
മുഹൂർത്ത സമയമായെങ്കിലും ഒരുങ്ങി കഴിയത്തില്ല. ഇതിപ്പോ എന്തായാലും നേരത്തെ ആയത് നന്നായി. അപ്പോഴത്തേക്കും നമ്മുടെ അവിടെ നിന്ന് വേറൊരു പുള്ളിക്കാരി പറഞ്ഞു, ദേ ഇനിയിപ്പോ മേക്കപ്പ് ചെയ്യേണ്ടതേ ഉള്ളൂ. അപ്പം മേക്കപ്പ് ചെയ്യേണ്ട ആൾ ഇതുവരെ വന്നില്ലേ? ആ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ സ്വന്തക്കാരിയായ കുട്ടി തന്നെയാ. അപ്പോഴത്തേക്കും അശോകൻ ചോദിച്ചു, "ശ്ശോ, ഇതെന്ത് പറ്റി അവൾ ഇതുവരെ വരാത്തത്?" എന്നിങ്ങനെ. അപ്പോഴത്തേക്കും അശോകൻ പറഞ്ഞു, സെൽഫി എടുത്ത് കളിക്കായിരിക്കും, കല്യാണ വീട്ടിലൊക്കെ ഇപ്പൊ അതാണല്ലോ ചടങ്ങ്. അപ്പം നവ്യ എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ നവ്യയോട് അശോകൻ പറഞ്ഞു, നീ പോയി ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ആ പെണ്ണ് അങ്ങോട്ടേക്ക് പോയിട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി അങ്ങനെ നടക്കുകയാണ് മേക്കപ്പ് ബോക്സും പിടിച്ച്. അപ്പോഴത്തേക്കും ശ്രുതി പുറകെ ചെന്നിട്ട്, അത് പിന്നെ ശ്രുതി നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു സെൽഫി എടുത്താലോ? അത് പിന്നെ ഇപ്പോഴോ? അതിനൊക്കെ ഇനി സമയമുണ്ടെന്നേ. നിക്ക് നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും നല്ല ചൂട് ചട്നിയും ഉണ്ട്. ഓ എന്റെ പൊന്നു ശ്രുതി, അതൊക്കെ കുറച്ച് കഴിയിട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ, നാണക്കേട്, ഇതെന്തൊരു കഷ്ടം. അപ്പോഴത്തേക്കും വേറൊരു പെങ്കൊച്ച് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് വന്ന് ശ്രുതിയോട് പറയാണ്, അതായത് അശോകൻ പറഞ്ഞു വിട്ട് ആ പെങ്കൊച്ച് പറയാണ്, അത് പിന്നെ ചേച്ചി മേക്കപ്പ് ചെയ്യേണ്ട, ചേച്ചിനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. അതെ ഞാനേ പുറത്തേക്ക് പോവാണ്, ചേച്ചി അങ്ങോട്ടേക്ക് പൊക്കോട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി മേക്കപ്പ് റൂമിലേക്ക് ചെല്ലുകയാണ്. ശ്രുതി അവിടെ നിന്ന് തന്നെ ഫോട്ടോയും എടുക്കുന്നുണ്ട്. മേക്കപ്പ് റൂമിൽ നമ്മുടെ വീരാൻ ഉണ്ടോ ഇല്ലയോ? വീരാൻ അവിടെ നിപ്പുണ്ടായിരുന്നു. വീരാൻ ഉണ്ടെങ്കിൽ തീർന്ന് നമ്മുടെ ശ്രുതിയുടെ കാര്യം. ഏതായാലും വീരാൻ ഇപ്പൊ അവിടെ കാണത്തൊന്നും ഇല്ലായിരിക്കും, കാരണം എപ്പോഴും അങ്ങനെ കുറെ നേരം നിൽക്കത്തില്ല, മേക്കപ്പ് റൂമും ഡ്രസ്സിംഗ് റൂം ഒക്കെ അല്ലേ. അതുകൊണ്ട് വീരാൻ ഇടയ്ക്ക് വന്ന് നോക്കും, വീരാൻ അങ്ങ് പോകും. ഈ സമയത്ത് ആഭരണങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കാണിക്കുന്നു. അവിടെ വീരാൻ ഉണ്ട് കേട്ടോ. അപ്പം ആഭരണങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, പരിചയമില്ലാത്ത ആരെയും ഈ റൂമിലേക്ക് കയറ്റരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അശോകൻ പറഞ്ഞു, ഞാൻ ഇന്നലെ തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അശോകന്റെ ഭാര്യ പറഞ്ഞു, മേക്കപ്പ് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ട് അണിയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ബീരാൻ ഒരു കോള് വന്നിട്ടേ, നിങ്ങൾ എവിടെയാണ്, എത്തിയോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്നേ. ഇല്ല അദ്ദേഹം വന്നില്ല, ഞാനേ ഇപ്പൊ വരാൻ കേട്ടോ, എനിക്കൊരു ഫോൺ കോൾ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അശോകനോട് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അശോകൻ, എന്ത് നല്ല മനുഷ്യൻ, ഈ ഭൂമിയിൽ ഇത്രയും നല്ല ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ സ്വർഗമാണ്. അങ്ങനെ നമ്മുടെ ബീരാൻ ഫോണൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങ് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. ശ്രുതി അകത്തേക്കും കയറി വരുന്നു. രണ്ടുപേരും കൂടെ കണ്ടാ അറിയാലോ, കണ്ടില്ലെങ്കിലാണ് പ്രശ്നം, കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതി എങ്ങനെയും മാറ്റും. ഏതായാലും ഈ സമയത്ത് കാണുന്നില്ല. നമ്മുടെ ശ്രുതി നേരെ മേക്കപ്പ് റൂമിലേക്ക് കയറി പോകുന്നു, ബീരാൻ പുറത്തേക്കും പോകുന്നു. അങ്ങനെ ശ്രുതിയെ കണ്ടതും അശോകന്, ആ മോളെ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, നിന്നെ മേക്കപ്പ് ചെയ്യേണ്ടതേ ഉള്ളൂ കേട്ടോ, അതിനൊക്കെ സമയം ഉണ്ടല്ലോ അങ്കിളെ. നമ്മൾ ഇവിടെ ഇരുന്നാൽ എങ്ങനെയാ, വല്ലവരും നമ്മളെ അന്വേഷിക്കില്ലേ, നമുക്ക് പോകാന്ന് നമ്മുടെ അശോകന്റെ ഭാര്യ പറഞ്ഞു. എന്നിട്ട് അവര് അങ്ങോട്ടേക്ക് പോയിട്ടോ. പിന്നെ നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ മാളുവും ഉണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ചോദിച്ചു, ഫുഡ് കഴിച്ചായിരുന്നോ എന്ന്. ഷോ എന്നാ പിന്നെ പോയി കഴിച്ചിട്ട് വാ മോളെ, മേക്കപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അത് സാരമില്ല ചേച്ചി, ഒരു ജ്യൂസ് കുടിച്ചിരുന്നു, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ, ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും. ഏതായാലും ഈ സമയത്ത് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. വീണ്ടും നമ്മുടെ സച്ചിനെ രേവതിനെ കാണിക്കുകയാണ്. സച്ചി ആണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ കല്യാണ മണ്ഡപം, അതായത് സ്വന്തം ഭാര്യ ചെയ്ത കല്യാണ മണ്ഡപം ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുക. അപ്പൊ രേവതി അതിലെ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. രേവതി അവിടെ നിൽപ്പില്ല സച്ചിന്റെ അടുത്ത്, രേവതി അതിലെ കൂടെ ഒക്കെ നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ കല്യാണ മണ്ഡപം നോക്കി നിൽക്കുന്നത് ഇങ്ങനെ കാണുകയാണ് കേട്ടോ രേവതി. അപ്പൊ രേവതി പതുക്കെ ചെന്നിട്ട്, ഇത് എന്താ സച്ചേട്ടാ ഇങ്ങനെ നോക്കുന്നത്, ഞാൻ ചെയ്ത ഡെക്കറേഷൻ അത്രയ്ക്ക് ഇഷ്ടായോ, അതാണോ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അത് പിന്നെ ഈ മണ്ഡപം കണ്ടപ്പോഴേ ഒരു നിമിഷം ഞാനേ നമ്മുടെ കല്യാണം ഓർത്തു പോയി രേവതി. അതൊക്കെ ഓർക്കാൻ വല്ലതും ഉണ്ടോ? അത് പിന്നെ സ്നേഹത്തോടും സന്തോഷത്തോടും ഇരിക്കേണ്ട ആ ഒരു സമയത്ത് നമ്മൾ വെറുപ്പോടു കൂടിയല്ലേ ഇരുന്നത്. അത് നമുക്ക് മിസ് ചെയ്യുന്നുണ്ടല്ലേ. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒന്നുകൂടെ കല്യാണം കഴിച്ചാലോ? ഓ എന്റെ പൊന്ന് സച്ചേട്ടാ, അതിന്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഷ്ടമില്ലാതെയാണ് നമ്മളന്ന് കല്യാണം കഴിച്ചത്, വെറുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് നമ്മൾ സന്തോഷത്തോടു കൂടിയല്ലേ ജീവിക്കുന്നത്. ഇങ്ങ് വന്ന് മണ്ഡപത്തിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരുന്ന പലരും 2 ദിവസം കഴിഞ്ഞ് പരസ്പരം പിരിഞ്ഞ് ഡിവോഴ്സ് ആകും. നമ്മള് കല്യാണം കഴിക്കുമ്പോൾ വെറുപ്പോടെയാണ് ഇരുന്നതെങ്കിലും ഇപ്പം സ്നേഹത്തോടും സന്തോഷത്തോടു കൂടിയൊക്കെ കഴിയുന്നുണ്ടല്ലോ. അത് ശരിയാ. അതിന് അച്ഛനും അച്ഛമ്മയ്ക്കും നന്ദി പറയണോ അല്ലേ രേവതി? അതെന്തിന്? അല്ല, അവരാണല്ലോ നിർബന്ധിച്ച് എന്നെ കൊണ്ട് നിന്നെ കെട്ടിച്ചത്. അത് നന്നായത് കൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെ. ഏതായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കാണ് കേട്ടോ മാളുവിന്. അവിടെ അടുത്ത് കുറച്ച് പേരൊക്കെ ഇരിപ്പുണ്ട്. എന്താ പറയാ, നമ്മുടെ മാളുവിന്റെ കുറച്ച് കൂട്ടുകാരൊക്കെ ഇരിപ്പുണ്ട്, പരസ്പരം എന്തൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ശ്രുതി മാളുവിനോട് പറയുന്നുണ്ട്, നീയും ഫെബിനും ഒളിച്ചോടി പോയ കഥയൊക്കെ എനിക്ക് അറിയാട്ടോ എന്ന്. അപ്പൊ മാളു പറഞ്ഞു, അധികം ആരും അറിയില്ലെന്നാ ഞാൻ ഓർത്തത്, പക്ഷെ നാട്ടുകാർ മുഴുവനും അറിഞ്ഞല്ലോ. ഓടിപ്പോയി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതൊക്കെ ആയിരുന്നു. സച്ചേട്ടനും രേവതി ചേച്ചിയും പിന്നെ ഫെബിന്റെ അമ്മാവനും ഇടപെട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കല്യാണത്തിനൊരു ഭാഗ്യം ഉണ്ടായത്. ഇല്ലായിരുന്നെങ്കിലേ ഞങ്ങൾ ഓടിപ്പോയി തന്നെ കല്യാണം കഴിച്ചേനെ. ഫെബിന്റെ അമ്മാവൻ നല്ലൊരു മനുഷ്യനാണെന്നേ, എന്നോട് എന്ത് സ്നേഹാണെന്നറിയാമോ, ഭയങ്കര സ്നേഹ. ഒന്ന് പരിചയപ്പെടേണ്ട ആളാട്ടോ. അദ്ദേഹം വന്നു കാണുമല്ലോ അല്ലെ?
പരിചയപ്പെടാം, നമുക്ക് വഴിയെ പരിചയപ്പെടാം. എന്റെ ഭാഗ്യം ചേച്ചി, സത്യം പറയാലോ, നല്ലൊരു വീട്ടിലേക്കാണ് ഞാൻ കയറി പോകുന്നത്. അവിടെയുള്ള എല്ലാവരും നല്ലവരാ. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ബീരാൻ വരികയാണ് കേട്ടോ. നമ്മുടെ ബീരാൻ അതിലേക്കൂടെ നടക്കുന്ന കാണിക്കുന്നു. ബീരാൻ അങ്ങോട്ടേക്കല്ല വരുന്നത്, ബീരാൻ അതിലേക്കൂടെ ഒക്കെ നടക്കുന്ന കാണിക്കുന്നു. അങ്ങനെ വരുന്നവരോടും പോകുന്നവരോടൊക്കെ നമ്മുടെ ബീരാൻ ഭയങ്കര സംസാരം. ഏതായാലും ബീരാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ നിൽക്കുന്നു. പെട്ടെന്ന് പെട്ടു കേട്ടോ നമ്മുടെ ബീരാന്. എന്റെ ദൈവമേ, ഇതാ ശ്രുതി എന്ന് പറയുന്ന പെണ്ണിന്റെ അമ്മായിയച്ഛനല്ലേ? ഇനി എന്നെ ഇവിടെ കണ്ടാൽ ആകെ പ്രശ്നമാണല്ലോ. ഇനിയിപ്പം പെണ്ണിന്റെ വീട്ടുകാരുടെ ബന്ധുക്കളും വല്ലോ ആയിരിക്കും. ശോ, ആകെ പെട്ടല്ലോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബീരാന് സമാധാനമില്ല. ഇപ്പൊ ബീരാൻ അവിടെ നിന്ന് മാറി ഓടി അശോകന്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ. എന്നിട്ട് അശോകനോട് പറഞ്ഞു, അത് പിന്നെ ചേട്ടാ ഒന്നിങ്ങ് വന്നേന്ന് പറഞ്ഞ് അശോകനെ വിളിച്ചുകൊണ്ട് ഇങ്ങ് വരുവാണ്. എന്നിട്ട് നമ്മുടെ രവീന്ദ്രനെ കാണിച്ചു കൊടുത്തിട്ട്, ദേ അതെ, ആ കറുത്ത ഷർട്ടിട്ട് നിൽക്കുന്ന ആളെ കണ്ടോ? അത് നിങ്ങളുടെ ആരെങ്കിലും ആണോ? അത് രവിയല്ലേ, രവി. അത് പിന്നെ എന്റെ എല്ലാം 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 എന്റെ ആത്മാർത്ഥ സുഹൃത്ത്. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാ. അത് അറിയത്തില്ലല്ലേ? പരിചയപ്പെടുത്താം, ഞാൻ പരിചയപ്പെടുത്താം. അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാനാണെങ്കിലും മറിഞ്ഞു നിൽക്കുക. അപ്പോഴത്തേക്ക് അശോകൻ ചോദിച്ചു, എന്തു പറ്റി, എന്താ പറ്റിയത്? ഒന്നുമില്ല, അത് ഞാൻ അദ്ദേഹത്തെ വേറെ എവിടെയോ കണ്ടതുപോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ബസ് ഡ്രൈവർ ആയിരുന്നല്ലോ, കണ്ടു കാണുമായിരിക്കും. അല്ല, ഇപ്പം എവിടെയാ താമസം? ടൗണിൽ തന്നെ അവർ താമസിക്കുന്നത്. ദേ അത് അവന്റെ ഭാര്യ, പിന്നെ രണ്ടാമത്തെ മകൻ സച്ചി. അപ്പോഴത്തേക്കും നമ്മുടെ ബീരാന്റെ കാറ്റ് പോയിട്ടോ. ബീരാൻ പറഞ്ഞു, അയ്യോ, കുടുംബം മൊത്തം ഉണ്ടല്ലോ എന്റെ ഈശ്വര, ഇനി എന്ത് ചെയ്ത് മനസ്സിലിങ്ങനെ ഓർക്കാണ്. അങ്ങനെ നമ്മുടെ അശോകനാണ്, അതാണ് രവിയുടെ കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി രേവതിയുമാണ് ഈ കല്യാണം നടക്കാൻ കാരണക്കാരെന്നും പറഞ്ഞു കൊടുത്തു. അതൊന്നും നമ്മുടെ ബീരാൻ ഇപ്പൊ ശ്രദ്ധിക്കാന് പറ്റത്തില്ല. ബീരാനാണെങ്കിൽ ചങ്കിടുപ്പോടുകൂടെ നിൽക്കുകയാണ്. അങ്ങനെ അശോകൻ പറഞ്ഞു, അവര് സംസാരിക്കാൻ വേണ്ടി നിങ്ങളുടെ പെങ്ങടെ വീട്ടിൽ പോയിരുന്നു, സച്ചി രേവതിയും. അന്ന് അശോകൻ എന്നല്ല, ബീരാന് അവിടെ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. അതാ അവരെ കാണാതെ ഇരുന്നത്. നല്ല മനുഷ്യരാണെന്നേ, നല്ല കൂട്ടരാ. രവിയുടെ മകനും മരുമകളുമാണ്. ദേ ആ പെങ്കൊച്ചുണ്ടല്ലോ, എല്ലാവരെയും പരിചയപ്പെടാന്നേ. ഒരു പെങ്കൊച്ച് അവിടെ മേക്കപ്പ് റൂമിലുണ്ട്. അയ്യോ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പരിചയപ്പെട്ടാൽ ആടിനെ അറക്കുന്ന പോലെ എന്നെ അറക്കും, അവന്റെ ഏട്ടന്റെ ഭാര്യയെ അറക്കും എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോഴത്തേക്ക് അശോകൻ ചോദിച്ചു, എന്താ മനസ്സിൽ വിചാരിക്കുന്നത്, ആലോചിക്കുന്നത്? ഒന്നുമില്ല, വാനേ പരിചയപ്പെടാം, ഞാൻ പരിചയപ്പെടുത്താം. അന്ന് അവരൊന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞില്ലായിരുന്നോ, സച്ചിനെ രേവതിനെ? അത് പിന്നെ ഞാൻ മറന്നുപോയി, എന്നെ കിച്ചണിലേക്ക് അത്യാവശ്യമായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സാധനത്തിന്റെ കുറവ് മറ്റും ഉണ്ടാവും, അതായിരിക്കും വിളിച്ചത്. ഞാനൊന്ന് അതുവരെ പോയിട്ട് വരാമേ. ഞാൻ ഇവരെ പിന്നെ 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 പരിചയപ്പെട്ടോളാം, അവരിവിടെ തന്നെ കാണുമല്ലോ. എന്നാ പിന്നെ ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ട എങ്ങനെയൊക്കെയോ അവിടെ നമ്മുടെ വീരാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഇരിക്കാനും നിൽക്കാനും നടക്കാനും വയ്യാത്ത ബീരാൻ അതിലെ പാഞ്ഞു കുത്തി നടക്കാൻ. ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്റെ ഈശ്വര? ആ പെണ്ണിനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞ് ശ്രുതിയെ എടുത്ത് വിളിക്കുന്നുണ്ട്. ഏതായാലും ശ്രുതി ഫോൺ കോൾ കണ്ടിട്ട് ബീരാന്റെ ഫോൺ കോൾ എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സീൻ കാണിച്ച ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഉടനെ തന്നെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം പൊളിഞ്ഞ് കയ്യിലിരിക്കും. സച്ചിയുടെയും രേവതിയുടെയും തൂക്കിയെടുക്കും നമ്മുടെ ശ്രുതിനെ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.